മൂന്നാവഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. ഇന്ത്യയിലെ ചില ബാങ്കുകൾക്ക് സൈബർ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി റിസർവ് ബാങ്ക്. ഡാറ്റ സുരക്ഷ പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും ഇന്റർനെറ്റ് ബാങ്കിംഗ് അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്നുമാണ് RBI ചൂണ്ടിക്കാട്ടുന്നത്. സൈബർ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അതിന്റെ അപകട സാധ്യതകൾ കണക്കിലെടുത്ത് സുരക്ഷ വർദ്ധിപ്പിക്കാൻ RBI ആവശ്യപ്പെട്ടു. സെൻട്രൽ ബാങ്കിന്റെ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പരിശോധന റിപ്പോർട്ടിനെ തുടർന്നാണ് RBIയുടെ മുന്നറിയിപ്പ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി പണം കൊണ്ടുപോകുന്നതിനുള്ള നിയന്ത്രണം സഹകരണ ബാങ്കുകൾക്കും സഹകരണ സംഘങ്ങൾക്കും തടസ്സമാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വാണിജ്യ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും പണം കൊണ്ടുപോകുന്നതിന് QR കോഡ് നൽകുന്നുണ്ട്. ഇത് സഹകരണ സ്ഥാപനങ്ങൾക്കില്ല. ഇതായിരുന്നു ആശങ്കയ്ക്ക് കാരണമായത്. കേരള ബാങ്ക് നിയമനം സംബന്ധിച്ചുള്ള തർക്കം വീണ്ടും കോടതി കയറി. ക്ലർക്ക്, കാഷ്യർ തസ്തികയിലേക്ക് ഏപ്രിൽ 1 വിജ്ഞാപനമിറക്കാൻ PSC തീരുമാനിച്ചിരുന്നു. എന്നാൽ വിജ്ഞാപനമിറക്കുന്നത് 3 മാസത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നേരത്തെ ജില്ലാ സഹകരണ ബാങ്കുകളിലെ റാങ്ക് പട്ടികയിലുള്ളവരുടെ നിയമനം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് നിയമനം നൽകണമെന്ന് ഹൈക്കോടതി വിധിയും നിലവിലുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് കേരള ബാങ്കിലേക്ക് നേരിട്ടുള്ള നിയമനത്തിന് വിജ്ഞാപനമിറക്കാൻ PSC തീരുമാനിച്ചത്. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ഉത്തരവിട്ടത്. സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 ഞായറാഴ്ചയാണെങ്കിലും ബാങ്കുകൾക്ക് അവധിയില്ല. സർക്കാർ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ബാങ്കുകൾക്കും മാർച്ച് 31 തുറന്നു പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. RBIയുടെ ഏജൻസി ബാങ്കുകളായി പ്രവർത്തിക്കുന്നവയ്ക്കാണ് ഈ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ പ്രാദേശിക തലത്തിൽ കാര്യക്ഷമമായി എത്തിക്കുന്നതിന് പ്രത്യേകം ഇന്റേണുകളെ നിയമിക്കുന്നു. ഓരോ സംസ്ഥാനത്തെയും സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് കീഴിലാണ് ഇവരുടെ നിയമനം. മറ്റ് സംസ്ഥാനങ്ങളിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഓരോ ആളെ ഇത്തരത്തിൽ നിയമിക്കാനാകും. കേരളത്തിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാത്തതിനാൽ കേരള ബാങ്കിന് കീഴിൽ മാത്രമാണ് ഈ നിയമനം നടത്താനാകുക. നിശ്ചിത യോഗ്യതയുള്ളവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവർക്കുള്ള ശമ്പളം കേന്ദ്ര സഹകരണ മന്ത്രാലയം നൽകും. അമൂലിന്റെ ഫ്രഷ് മിൽക്ക് അമേരിക്കയിലും ലഭിക്കും. അമൂൽ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ ഉടമസ്ഥരായ ഗുജറാത്ത് സഹകരണ മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിഷിഗണിലെ പാലുൽപാദക അസോസിയേഷനുമായി സഹകരിച്ചാണ് അമൂൽ പാൽ അമേരിക്കയിൽ വിൽക്കുന്നത്. അമേരിക്കയിലെ പ്രമുഖ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്ന സംഘമാണ് MMPA. കഴിഞ്ഞ വ്യാഴാഴ്ച മിഷിഗണിലെ നോവയിൽ ചേർന്ന MMPയുടെ 108ാം വാർഷിക പൊതുയോഗത്തിലാണ് അമൂലുമായുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടായത്. സഹകരണ ബാങ്ക് വായ്പ കൊടുത്ത തുക ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതിനെതിരെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച സർക്കുലർ കർണാടക ഹൈക്കോടതി റദ്ദാക്കി. ബാംഗ്ലൂരു അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് എംപ്ലോയി കോഓപ്പറേറ്റീവ് ബാങ്ക് നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് അനന്ത് രാമനാഥ് ഹെഗ്ഡെയാണ് ഈ ഉത്തരവിട്ടത്. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നൽകപ്പെട്ട ഒരു ആനുകൂല്യം ഒരു സർക്കുലർ വഴി ഇല്ലാതാക്കാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ 5 അർബൻ സഹകരണ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് മൊത്തം 89.95 ലക്ഷം രൂപ പിഴ ചുമത്തി. ബാങ്കിംഗ് നിയന്ത്രണ നിയമത്തിലെ വിവിധ വ്യവസ്ഥകൾ ലംഘിച്ചതാണ് കുറ്റം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിലെ ഇടപാടുകൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡാണ്. ഏപ്രിൽ മുതൽ ഡെബിറ്റ് കാർഡിന്റെ വാർഷിക നിരക്കിൽ മാറ്റം വരുത്താൻ SBI തീരുമാനിച്ചു. ഡെബിറ്റ് കാർഡുകളുടെ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് ഇനത്തിലാണ് മാറ്റം. ബാങ്കുകളിലെ വാർഷിക അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണം വരുന്ന ഏപ്രിൽ 1 തിങ്കളാഴ്ച റിസർവ് ബാങ്കിന്റെ 19 റീജിയണൽ ഓഫീസുകളിലും 2000ന്റെ നോട്ടുകൾ നിക്ഷേപിക്കാനോ മാറ്റിവാങ്ങാനോ സാധിക്കില്ല. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ഈ സൗകര്യം പതിവ് പോലെ ലഭ്യമാകും. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി മൂന്നാംവഴി online@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.